ഒരു കലാകാരൻ ഒരിക്കലും ഐഡിയൽ കണ്ടീഷനിൽ പ്രവർത്തിക്കുന്നില്ല. ആ സാഹചര്യം ഉണ്ടെങ്കിൽ അവന്റെ സൃഷ്ടികൾ നിലനിൽക്കുകയുമില്ല. കാരണം ആർട്ടിസ്റ്റ് ശൂന്യതയിലല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അവനുണ്ടായിരിക്കണം. ലോകം പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് കലാകാരൻ നിലനിൽക്കുന്നത്. ലോകം സമ്പൂർണ്ണമാണെങ്കിൽ കല ഉപയോഗശൂന്യമാകും. ക്രമരഹിതമായ ഒരു ലോകത്തിൽ നിന്നാണ് കല ജനിക്കുന്നത്. ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ സിനിമയുടെ ഭാഷയെ അതിന്റെ ഏറ്റവും പക്വമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ച സോവിയറ്റ് റഷ്യൻ ഫിലിം മേക്കറായ ആൻഡ്രേ ടർക്കോവ്സ്കിയുടെ വാക്കുകളാണിത്. വിഷ്വൽ ലാംഗ്വേജിന്റെ മറ്റാരും എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലകളിലേക്ക് ചിന്തകളെ എത്തിച്ച് അവ തന്റെ സിനിമകളിലൂടെ ലോക സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും പ്രേക്ഷകരിൽ ആഴത്തിലുള്ള ചിന്ത ഉണർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഇവാൻസ് ചൈൽഡ്ഹുഡ് ടർക്കോവ്സ്കിയുടെ സംവിധാന അരങ്ങേറ്റത്തെ അടയാളപ്പെടുത്തുന്ന പ്രശസ്തമായ ഒരു സിനിമയാണ്. വ്ളാഡിമർ ബോഗോമോലോവിന്റെ ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സിനിമ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ക്രൂരമായ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്ന ഇവാൻ എന്ന അനാഥ ബാലന്റെ കണ്ണുകളിലൂടെയുള്ള സിനിമയാണ്. ടർക്കോവ്സ്കിയുടെ ഡ്രീം സീക്വൻസുകളുടെയും പോയറ്റിക് വിഷ്വൽസിന്റെയും ഉപയോഗം, അതുപോലെ തന്നെ ഹോണ്ടിംഗ് ആയ മ്യൂസിക്കൽ സ്കോറും സംയോജിപ്പിച്ച് വൈകാരികമായി നിറഞ്ഞ ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ സൃഷ്ടിക്കുന്നു. നഷ്ടം, ട്രോമ, ബാല്യകാലത്തിന്റെ ക്ഷണികമായ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള സിനിമയുടെ പര്യവേഷണം ടർക്കോവ്സ്കിയുടെ തുടർന്നുള്ള പ്രമേയപരമായ മുൻകരുതലുകൾക്ക് വേദിയൊരുക്കുന്നു. ആൻഡ്രേ റബ്ലവ് എന്ന മൂവി ടർക്കോവ്സ്കിയുടെ ഏറ്റവും അംബീഷ്യസും കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നതുമായ വർക്കുകളിൽ ഒന്നാണ്. പ്രക്ഷുബ്ധമായ മധ്യകാല റഷ്യയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ ചിത്രകാരൻ ആൻഡ്രേ റബ്ലവിന്റെ ജീവിതമാണ് ചിത്രം പര്യവേഷണം ചെയ്യുന്നത്. ട്രഡീഷണലായ ബയോഗ്രഫിക്കൽ നറേറ്റീവ് പിന്തുടരുന്നതിന് പകരം എപ്പിസോഡിക്കലായി സിനിമയെ രൂപപ്പെടുത്താനുള്ള ടർക്കോവ്സ്കിയുടെ തീരുമാനം ആർട്ടിസ്റ്റിന്റെ ഫിലോസഫിക്കലും സ്പിരിച്വലും ആയ പോരാട്ടങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ അനുവദിക്കുന്നു. അതിമനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രാഫി, പ്രത്യേകിച്ച് റബ്ലവിന്റെ സങ്കീർണമായ പ്രതിരൂപത്തിന്റെ ചിത്രീകരണത്തിൽ സിനിമയെ ഒരു അതിരുകടന്ന സിനിമാറ്റിക് അനുഭവത്തിലേക്ക് ഉയർത്തുന്നു. മിറർ ഒരുപക്ഷെ ടർക്കോവ്സ്കിയുടെ ഏറ്റവും വ്യക്തിപരവും ആത്മകഥാപരവുമായ വർക്കാണെന്ന് പറയാം. യാഥാർത്ഥ്യത്തിനും ഓർമ്മയ്ക്കുമിടയിലുള്ള വരികൾ മങ്ങിപ്പോകുന്ന തരത്തിലുള്ള കഥ പറച്ചിൽ, ന്യൂസ് റീൽ ഫുട്ടേജുകൾ, പോയറ്റിക് റിഫ്ലക്ഷൻസ്, ഡ്രീം ലൈക്ക് സീക്വൻസുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഫ്രാഗ്മെന്റഡ് നറേറ്റീവ് ഈ സിനിമ ഒരുമിച്ച് ചേർക്കുന്നു. ടർക്കോവ്സ്കിയുടെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് പരമ്പരാഗത സിനിമാറ്റിക് മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും മനുഷ്യബോധത്തിന്റെ സങ്കീർണതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള അനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ടർക്കോവ്സ്കിയുടെ സ്വന്തം അമ്മയെയും ഭാര്യയെയും തന്നെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമ്മിശ്ര കഥാപാത്രമായ മാർഗരീറ്റ അവതരിപ്പിക്കുന്ന പേരിടാത്ത നായകന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഈ സിനിമ സംസാരിക്കുന്നു. ഒരു കാലിഡോസ്കോപ്പിക് ലെൻസിലൂടെ നായകന്റെ ബാല്യം, കൗമാരം, യൗവനം എന്നിവയിൽ നിന്നുള്ള നിമിഷങ്ങൾക്ക് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നു. സാമൂഹികമായ ഉയർച്ചയ്ക്കും സാങ്കേതിക പുരോഗതിക്കും മുന്നിൽ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള അഗാധമായ ഉത്കണ്ഠയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രതിഫലിപ്പിക്കുന്നത്. അദ്ദേഹം ആധുനിക ജീവിതത്തിന്റെ ഉപരിപ്ലവതയെ വിമർശിക്കുകയും ആഴത്തിലുള്ള അസ്തിത്വപരമായ ചോദ്യങ്ങളുമായി പ്രേക്ഷകരെ വീണ്ടും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സെൻസർഷിപ്പിനും സർഗാത്മകത നിയന്ത്രണത്തിനുമായി അദ്ദേഹം പലപ്പോഴും സോവിയറ്റ് അധികാരികളുമായി ഏറ്റുമുട്ടിയിരുന്നു. എന്നാൽ തന്റെ കാഴ്ചപ്പാടിനും തത്വചിന്തയ്ക്കും അനുസൃതമായ സിനിമകൾ നിർമ്മിക്കാനുള്ള തന്റെ സമർപ്പണത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. നിങ്ങളുടെ ആശയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നന്ദിയില്ലാത്തതും വിവേകശൂന്യവുമായ ഒരു പ്രവൃത്തിയാണ്. അവർക്ക് ജീവിതം കാണിച്ചു കൊടുക്കുക. അത് വിലയിരുത്താനും അഭിനന്ദിക്കുവാനുമുള്ള മാർഗങ്ങൾ അവർ സ്വയം കണ്ടെത്തിക്കൊള്ളും. ടർക്കോവ്സ്കിയുടെ സിനിമകളും എഴുത്തുകളും അദ്ദേഹത്തിന്റെ ഈ വാക്യത്തെ എപ്പോഴും സാധൂകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സിനിമകളും മരിക്കാതെ ചരിത്രത്തിന്റെ ചുവരിൽ തിളങ്ങി നിൽക്കുന്നത്.